ഹായ്. നമുക്കറിയാം, വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ. ഒരേ ഒരു കാര്യം മാത്രം, ഇന്ന് നമ്മളെ ടീമിൻ്റെ സെയിൽസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം നമ്മളിലുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ എന്താ പറയുക 5-6 വർഷത്തെ ഫിജി കാട്ടിൻ്റെ ജൈത്രയാത്രയിൽ ഒരു ഫിസിക്കൽ മോഡൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നെ കൊറോണയുടെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റൽ മോഡലിലേക്ക് പ്രവർത്തനം മാറുകയും പിന്നീട് വീണ്ടും ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക മാർക്കറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു സെയിൽസിനെ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിന് ആ വലിയ സെയിൽസിനെ കൃത്യമായിട്ട് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. ബട്ട് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് എന്താ പറയുക കൺഫ്യൂഷൻ അനുഭവപ്പെടുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ടീമിൽ വന്ന ആളുകളുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അതിലെത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ORS സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ORSൽ 3 ഭാഗമാണ് നമുക്കുള്ളത്. ഒന്ന് ORSലെ ഡെയിലി റിപ്പോർട്ട് സിസ്റ്റം, 1 മുതൽ 31 ദിവസങ്ങൾ പേജുകളിൽ ഉൾക്കൊള്ളുന്ന ഡെയിലി റിപ്പോർട്ട് സിസ്റ്റമാണ്. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ റിപ്പോർട്ട് സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, നമ്മുടെ ലീഡേഴ്സിന് വളർച്ചയുണ്ടോ എന്നുള്ളത്. ഒന്ന്, നമ്മളെ ഡെയിലിയുള്ള സെയിൽസുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയും ആ സെയിൽസിലുള്ള കുറവുകളെ നികത്തി ഇമ്പ്രൂവ് ചെയ്യപ്പെടുകയും അതിൽ സെയിൽസ് നിർമ്മിക്കുകയും ചെയ്യണം. ഇതിലൂടെ ലീഡേഴ്സ് ജനറേഷനും നമുക്ക് നടക്കണം, പുതിയ ലീഡേഴ്സിൻ്റെ ക്രിയേഷനും നടക്കണം. അപ്പോൾ അതിന് പ്രോഗ്രസ് റിപ്പോർട്ട് ഫില്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇപ്പോൾ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസംബർ അപ്ഡേറ്റ് ചെയ്യുക, ഒക്ടോബർ, നവംബർ കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇതിനകത്ത് നെയിം, സ്റ്റോർ ID, ഇങ്ങനെയുള്ള ഡേറ്റ് ഓഫ് ജോയിനിങ്, PV, പ്രോഡക്റ്റ് റിസീവ്ഡ് ഓർ നോട്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റ് മേക്കിംഗ്, ഷോർട്ട് ലിസ്റ്റ് മേക്കിംഗ്, അതിൽ എത്ര പ്രസൻറ്റേഷൻ നടന്നിട്ടുണ്ട്, അതിലെത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ടുള്ള പ്രസൻറ്റേഷൻ, അവരുടെ കോൺഫിഡൻസ് ലെവൽ, അവരുടെ സ്വന്തമായിട്ട് അറ്റംപ്റ്റുകൾ. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ജെന്യൂൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ റിവ്യൂ സിസ്റ്റം ഇരുന്നിട്ട് കാര്യമുള്ളൂ. സോ പക്ക ജെന്യൂൻ ആയിട്ടായിരിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ പല റിപ്പോർട്ടുകളും ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം 100 എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ട് 100 ഒതുങ്ങി? സോ മേക്ക് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓഫ് മിനിമം 100 പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് 100 ഒതുങ്ങുക. എനിക്ക് തോന്നുന്നു ചില കസ്റ്റമർ 101ാമത്തെ പേര് എഴുതിയിട്ട് അത് വെട്ടുകയാണ്. കാരണം 100 ഇനഫ്. അപ്പോൾ 300 എന്നുള്ളതും പറയാൻ പാടില്ല. ചില ആളുകൾക്ക് 500 എനിക്ക് എൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് 300ൻ്റെ മുകളിലായിരുന്നു. പിന്നീട് ഞാനത് അപ്ഡേറ്റ് ചെയ്ത് 500-ലെത്തിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ലിസ്റ്റ് മേക്കിംഗ്, അതിനകത്ത് എത്ര പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ ഡാം ഷുവർ മൈ ഡിയർ ഫ്രണ്ട്സ് മാജിക്കൽ ചേഞ്ച് നമുക്ക് ടീമിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളുടെയും റിവ്യൂ സിസ്റ്റം നമുക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. 4 ടീമിൻ്റെ നടത്തിയിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, ഇറ്റ്സ് അമേസിങ്. നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും ഒരു പരിധി വരെയൊക്കെ മാറിക്കിട്ടി നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജ് ഇതാണ്, നമുക്ക് ഇവിടെ ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ലീഡേഴ്സും പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ സീരിയസ് ആയിട്ട് ഫില്ല് ചെയ്യുക എവറി ഡേ. കാരണം എനിക്ക് വേണ്ടി നിങ്ങൾ 4-5 ദിവസത്തെ വർക്ക് എല്ലാം കൂടി ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഡേ ബൈ ഡേ നടക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഹാർഡായിട്ടുള്ള ഇൻറ്റൻസിറ്റി കുറയും ഡേ ബൈ ഡേ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓവർ ഇൻറ്റൻസിറ്റി ആയി മാറും, നമുക്ക് ബേർഡനായി മാറും. അപ്പോൾ എവറി ഡേ ചെയ്തുകൊണ്ടിരിക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റിവ്യൂ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ മാജിക് നമുക്ക് സംഭവിക്കാൻ പറ്റും. അതിനേക്കാളൊക്കെ ഉപരി അവസാനത്തെ പേജ് സമ്മറി എവറി ഡേ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സെയിൽസിൻ്റെ അവസ്ഥ, എത്ര 1-to-1, എത്ര ഹൗസ് മീറ്റിംഗ്, എത്ര ഡിജിറ്റൽ, അതിൽ എത്ര PV വരുന്നുണ്ട്, എത്ര സ്പോട്ട് PV വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ബ്രെയിൻ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യപ്പെടും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ആളുകളും ഇത് കീപ്പ് ചെയ്യുക. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.